ഈ വീഡിയോയിൽ ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഇസ് വേദാങ്കാസ്. സോ എന്താണ് ഈ വേദാങ്കാസ്, അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ പാർട്ടായിട്ട് വരും എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വെൻ യു കൺസിഡർ ദി സിലബസ് ഓഫ് കേരള സെറ്റ്, അതിനകത്ത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കാനായിട്ടുണ്ട്. സോ അതിനകത്ത് സ്പെസിഫിക്കലി വെസ്റ്റിലും ഈസ്റ്റിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ സ്കൂൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ഐഡിയാസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് സിലബസിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയർ എക്സാംസിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതിനോടൊക്കെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ വേദാങ്കാസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു ഡിസ്കഷൻ, ഇങ്ങനൊരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തു എന്നുള്ളതിൻ്റെ റീസൺസ് ഇൻ ദ വെരി റീസെൻറ്റ് എക്സാം, അതായത് ജാനുവരി 2024 നടന്ന കേരള സെറ്റ് എക്സാമിൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഐ ജസ്റ്റ് ഷോ യു ദ ക്വസ്റ്റ്യൻ. അതിനുശേഷം എവിടെയാണ് ഈ വേദാങ്ക, ഇത് എന്താണ്, ഇത് എവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. സോ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് ദി വേദാങ്കാസ് ഇൻ ദി ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിരിക്കുകയാണ്. സോ ഇതൊക്കെ വേദാങ്കാസ് ആണ്. അപ്പോൾ വേദാങ്കാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ്. സോ അത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് അതെന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ചില ഇംഗ്ലീഷ് ടേംസും അതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഇൻകറക്റ്റായി മാച്ച് ചെയ്തിരിക്കുന്ന പെയർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ വി ഹാവ് ചന്താസ്, ദാറ്റ് ഇസ് മെട്രിക്സ്, കൽപ്പ ഫൊണറ്റിക്സ്, വ്യാകരൺ, ഗ്രാമർ ആൻഡ് ജ്യോതിഷ, ദാറ്റ് ഇസ് അസ്ട്രോളജി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സോ എവിടെയാണ് നമുക്ക് ഈ വേദാങ്കാസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ വേദിക് പീരീഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ ടൈമിൽ എഡ്യൂക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ്, അല്ലെങ്കിൽ ഒരു നോളജ് സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വേദിക് ലിറ്ററേച്ചർ ആയിരുന്നു. സോ വേദിക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വേദാങ്കാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വേദിക് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് സ്ട്രീംസ് എന്തൊക്കെയാണ്, ബ്രാഞ്ചസ് എന്തൊക്കെയാണ് എന്നറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ വേദിക് പീരീഡിൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നോളജിൻ്റെ ഏറ്റവും പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ബ്രോഡർ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ദിസ് വേദിക് ലിറ്ററേച്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 2 ഡിഫറെൻറ്റ് ടൈപ്സ്. 2 ടൈപ്സ് അല്ലെങ്കിൽ 2 ഡിവിഷൻസ് ആണ് ബേസിക്കലി വേദിക് ലിറ്ററേച്ചറിനുള്ളത്. അതിലൊന്ന് ശ്രുതി ലിറ്ററേച്ചറാണ്, മറ്റൊന്ന് സ്മൃതി ലിറ്ററേച്ചറാണ്. എന്താണ് ഈ ശ്രുതി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ? ദ മീനിങ് ഓഫ് ശ്രുതി ഇൻ ശ്രുതി ലിറ്ററേച്ചർ ഇസ് ടു ഹിയർ, അതായത് കേൾക്കുക. അല്ലെങ്കിൽ ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശ്രുതി ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടെക്സ്റ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയുന്ന സേക്രഡ് ടെക്സ്റ്റുകൾ തന്നെ പറയാം. ദീസ് ആർ റെവലേഷൻസ്, അല്ലെങ്കിൽ വെളിപ്പാടുകൾ, റെവലേഷൻസ് ഓർ അൺക്വസ്റ്റ്യനബിൾ ട്രൂത്ത്സ് ആണ് ശ്രുതി ലിറ്ററേച്ചറിൽ ബേസിക്കലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദിക് ലിറ്ററേച്ചറിൻ്റെ ശ്രുതി ലിറ്ററേച്ചർ എന്ന് പറയുന്ന പാർട്ടിൽ we have this different sacred text which consist of Vedas, Brahmanas, Aranyakas and Upanishads. അപ്പോൾ ഇതാണ് വേദിക് ലിറ്ററേച്ചറിൻ്റെ ശ്രുതി ലിറ്ററേച്ചർ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ദീസ് ആർ റെവലേഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ദ തിങ് വിച്ച് ഇസ് ഹേർഡ് എന്നുള്ളൊരു മീനിങ്, അല്ലെങ്കിൽ ശ്രുതി ഇസ് ടു ഹിയർ എന്ന് പറയുന്നൊരു ഐഡിയ നമ്മളവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇനിയും അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സ്മൃതി ലിറ്ററേച്ചർ. എന്താണ് ഈ സ്മൃതി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ? സ്മൃതി എന്ന് പറയുമ്പോൾ റിമെമ്പേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശ്രുതി എന്ന് പറയുമ്പോൾ, ശ്രുതി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൈമർലി കൺസിസ്റ്റ് ഓഫ് ദി സേക്രഡ് ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, വിച്ച് ഇസ് റെവലേഷൻസ് എന്ന് നമ്മൾ പറഞ്ഞു. സ്മൃതി ലിറ്ററേച്ചറിൽ റിമെമ്പറിംഗ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഇറ്റ് മേ ഓർ മേ നോട്ട് ചേഞ്ച് ഓവർ ടൈം. സ്മൃതി ലിറ്ററേച്ചർ ഹാസ് പോസ്റ്റ് വേദിക് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേദാങ്കാസ്, സദ്ദർശന അല്ലെങ്കിൽ ദർശന എന്ന് നമുക്ക് പറയാം, പുരാണാസ്, ഇതിഹാസാസ്, ഉപവേദാസ്, തന്ത്രാസ്, ആഗമാസ് ആൻഡ് ഉപാങ്കാസ്. അപ്പോൾ ഇവിടെ എന്താ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? പോസ്റ്റ് വേദിക് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആണ്. അതായത് വിച്ച് ഇസ് റിമെമ്പേർഡ്, കേട്ട് അല്ലെങ്കിൽ റിമെമ്പേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്മൃതി ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള വേദാങ്കാസ് എന്തിൻ്റെ ഭാഗമാണ്? ഈ സ്മൃതി ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വേദിക് ലിറ്ററേച്ചറിനെ കുറിച്ച് ഒരു ബ്രോഡർ ഐഡിയ നമ്മൾ പറഞ്ഞു. വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻടു ശ്രുതി ലിറ്ററേച്ചർ ആൻഡ് സ്മൃതി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ട വേദാങ്കാസ് എവിടെയാണ് വരുന്നത്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്മൃതി ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ഓരോ ടെക്സ്റ്റുകളെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായാൽ അത്രയും നല്ലത്. ആ രീതിയിലൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ നന്നായിരിക്കും. പക്ഷേ ഈ സെഷനിൽ നമ്മൾ ഈ വേദാങ്കാസ് ആണ് പ്രൈമർലി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.
എന്താണ് ഈ വേദാങ്കാസ് എന്ന് പറഞ്ഞാൽ? വേദാങ്കാസ് ആർ ദ ഫസ്റ്റ് സീരീസ് ഇൻ ദ സ്മൃതി ലിറ്ററേച്ചർ. ദീസ് റെഫർ ടു 6 auxiliary disciplines associated with the study and understanding of the വേദാസ്. അപ്പോൾ ഇതിനാണ് നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത്. എന്താ, ഇപ്പോൾ നമ്മൾ ഈ ശ്രുതി ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പം അത് വേദിക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. വേദാസിനോട് അസോസിയേറ്റ് അല്ലെങ്കിൽ വേദങ്ങളും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളും ഒക്കെയാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഈ വേദാങ്കാസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓക്സിലറി ഡിസിപ്ലിൻസ്, അതായത് ഈ വേദാസ് മനസ്സിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വേദാസ് ദീസ് ഡിഫറെൻറ്റ് ഓക്സിലറി ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ ഇങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ചില ഡിസിപ്ലിൻസ് ആണ് ബേസിക്കലി വേദാങ്കാസ് എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ച സീരീസ് ഓഫ് 6 ഓക്സിലറി ഡിസിപ്ലിൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് 6 വേദാങ്കാസ് എന്ന് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വി ഹാവ് ശിക്ഷ, വ്യാകരൺ, കൽപ്പ, നിരുക്ത, ഛന്ദ ആസ് വെൽ ആസ് ജ്യോതിഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ഈ വേദാങ്കാസിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഓക്സിലറി ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ മീനിങ് എന്ത്? ശിക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രൊനൗൺസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണ്. ഈ ഫോണറ്റിക്സ് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ നമുക്ക് പറയാം. സോ വ്യാകരൺ സ്റ്റാൻഡ്സ് ഫോർ ഗ്രാമർ ആൻഡ് റിച്വൽ ഇസ് വാട്ട് കൽപ്പ മീൻസ്. ദെൻ വി ഹാവ് നിരുക്ത, ദാറ്റ് ഇസ് എറ്റിമോളജി. സോ ഈ ഛന്ദ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? മെട്രിക്സ് അല്ലെങ്കിൽ മീറ്റർ ഉണ്ടല്ലോ. ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു പോമൊക്കെ എഴുതുന്ന സമയത്ത് ഒരു മീറ്ററിലായിരിക്കും അത് പ്ലേസ് ചെയ്തത്. അതിൻ്റെ ഒരു മീറ്റർ എന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ഒരു മ്യൂസിക്കിൽ അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയുന്ന ആശയത്തിനകത്ത് വരും. അതാണ് മെട്രിക്സ് അല്ലെങ്കിൽ പ്രൊസഡി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. then you have ജ്യോതിഷം. So these are the 6 different auxiliary disciplines എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വേദാങ്കാസിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് പാണിനിയുടെ അഷ്ടാധ്യായി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ ടെക്സ്റ്റ് വിച്ച് പ്രൈമർലി ഫോക്കസസ് ഓൺ നിരുക്ത അല്ലെങ്കിൽ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേദാങ്കാസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു ടെക്സ്റ്റ് കൂടി ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് സീൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് സെഷൻ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് of the Vedangas in the ancient education system is incorrectly matched എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഇത് ഓരോന്നും എന്താണ്. സോ ഓപ്ഷൻ എ ഫൈൻ ആണ്, കറക്റ്റായിട്ട് തന്നെ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. വ്യാകരൺ ഗ്രാമറാണ്, ജ്യോതിഷ് അസ്ട്രോളജി ആണ്, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താ? കൽപ്പയിലാണ് പ്രോബ്ലം. സോ കൽപ്പ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ഫോണറ്റിക്സ് എന്നാണ്. പക്ഷെ നമ്മൾ ആ ലിസ്റ്റിൽ എന്താ കണ്ടത്? ഫോണറ്റിക്സ് ഓഫ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞ ശിക്ഷയാണ്. ആൻഡ് കൽപ്പ സ്റ്റാൻഡ്സ് ഫോർ റിച്വൽ ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റായി മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഐഡൻറ്റിഫൈ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. കൽപ്പ ഫോണറ്റിക്സ് അത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. തെറ്റായത് ഐഡൻറ്റിഫൈ ചെയ്യുമെന്നായിരുന്നു ചോദ്യം. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. സോ ഈ സെഷനിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് ഈ നമ്മുടെ ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് വേദാങ്കാസ് മാത്രമാണ് നമ്മൾ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തത്. ബട്ട് എനിവേ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നിങ്ങൾ സെറ്റിൽമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും കൃത്യമായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. സോ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് ഹൗ യു ലേൺ. സോ കൃത്യമായ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതെങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് അപ്രോച്ചിൽ അതിനെ ഡീൽ ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻസ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാം. സോ ആ രീതിയിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആസ് സച്ച് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾ ബി അക്കാഡമിയുടെ കോഴ്സസ് നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. ഓൺലൈൻ കോഴ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് LMS ആസ് വെൽ ആസ് ലൈവ് സെഷൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് റിസോഴ്സസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ ലൈവ് സെഷൻസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ പ്രയോജനമാകുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൈവ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആപ്പിൾ ബി അക്കാഡമിയുടെ ഡിഫറെൻറ്റ് വാട്സാപ്പ് ഗ്രൂപ്പ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്സും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു സാധ്യത കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും feel free to contact us. So that's it for this session. Thank you and happy learning.